ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം എന്തായിരുന്നു ഇട്ടതാ നമ്മുടെ ക്രൈസ്റ്റ് പ്രൊസീജിയറും അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഈ അടുത്തായിട്ട് ഞാൻ പണ്ട് എൻ്റെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഇനിഷ്യലി ഞാൻ എൻ്റെ വെയിറ്റ് ലോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, ഡയറ്റ് എന്തായിരുന്നു, അതേപോലെ തന്നെ വർക്ക്ഔട്ട്സ്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ അപ്പം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു കഴിഞ്ഞ വർഷം ജൂൺ ഒക്കെ ആയ സമയത്തായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടും അത് അഡ്രസ് ചെയ്തിട്ടൊക്കെ കുറേ കാലമായി. ആ സമയത്ത് ഞാൻ ടോണ്ടപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെയും ബാംഗ്ലൂർ വന്ന് ഇവിടെ വന്ന് പിന്നെയും കുറച്ച് എന്താ പറയാ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും അങ്ങനെയൊക്കെ കാരണം ഞാൻ പിന്നെയും കുറച്ച് ഫ്യൂ kgs കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കൂടിയിട്ടുണ്ട്. നിങ്ങളെ കമന്റ്സിൽ അത് വളരെയധികം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്നോ ഞാൻ കാണാറുമുണ്ട്. ഇവൾ വണ്ണം വെച്ചു, തടിച്ചു, വാ എന്ന് പറഞ്ഞ് ഞാൻ കുറേ കാണുന്നുണ്ട്. എല്ലാം ഞാൻ വായിക്കാറുണ്ട്. സോ ഞാനത് കാണുന്നില്ല, നിങ്ങളത് ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത് എനിക്കറിയാം. സോ യു ഗൈസ് ആർ സക്സസ്ഫുൾ, ഞാനത് കാണുന്നുണ്ട്, ഞാനത് വായിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് ഇന്നത്തെ ദിവസം ഞാൻ പിന്നെ ഡയറ്റ് റീസ്റ്റാർട്ട് ചെയ്തു, വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പൊ അത് എൻ്റെ ബോഡി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഡയറ്റ് വിട്ട് ഭയങ്കര ജങ്കായിട്ട് കഴിക്കുവാണെങ്കിൽ അത് അപ്പം തന്നെ എൻ്റെ ബോഡി കാണിക്കും. അറ്റ് ദ സെയിം ടൈം ഞാൻ ഹെൽത്തി ആയിട്ട് നന്നായി കഴിച്ച് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അത് അതേപോലെ എൻ്റെ ബോഡിയിൽ കാണിച്ച് പെട്ടെന്ന് ട്രിം ഡൗൺ ആവുന്ന ഒരു കൈൻഡ് ഓഫ് ബോഡിയാണ്. അപ്പൊ ഞാനിപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക്ഔട്ടും ഡയറ്റൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടോ. അപ്പൊ ഞാൻ യൂട്യൂബിൽ പിന്നെ കാണുന്നുണ്ട്, ആ ചേച്ചി ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഓർത്തു ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡയറ്റിനെ പറ്റിയിട്ട്, ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റും എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളോട് പറയാമെന്ന് ഓർത്തു. കാരണം അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ. കാരണം ഞാൻ പണ്ടൊക്കെ സ്റ്റാർവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, എങ്ങനെയെങ്കിലും മെലിയണം എന്ന് ഓർത്തിട്ട് ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. പട്ടിണി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. ഒരു നേരം ഫുഡ് കഴിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? മസാല ദോശ ആയിരിക്കും ഞാൻ കഴിക്കുന്നുണ്ടാവും. ബാക്കി രാവിലെ രാത്രി ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് ഒരു മസാല ദോശയിലാണ് ഞാൻ എൻറ്റയർ ഡേ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഒത്തിരി വെള്ളവും കുടിക്കും. എനിക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം ഒത്തിരി ഞാൻ ആ സമയത്ത് കുടിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു കുറച്ച് മാസം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ ബോഡി ഭയങ്കര എഫക്റ്റായി. പിന്നെ ലൂസ് മോഷനായി, അൾസർ പോലെയൊക്കെ ആവാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാൻ പതുക്കെ മാറി. ഓക്കെ, പ്രോപ്പർ ഡയറ്റ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസും മസിൽ ഗെയിൻ ഒക്കെ ചെയ്ത് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് നിൽക്കേണ്ടത് എന്നുള്ളത് പഠിക്കുന്നത് ആ ഒരു സമയത്താണ്. ഓക്കെ, ഞാൻ കുറച്ചു കാലം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചു കാലം എനിക്ക് ഇൻട്രസ്റ്റോട് കൂടെ നിന്ന് ഞാൻ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അതുപോലെ ഫിറ്റ്നസിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കുറച്ച് വായിച്ച് പഠിച്ച് അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറ്റ് ഇതേപോലത്തെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റും നമ്മൾ ബാംഗ്ലൂർ PGയിലായിരിക്കുമ്പോൾ ഫോളോ ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ഒരേപോലത്തെ ആയിരിക്കും. എങ്ങനെ ഇപ്പം ഞാൻ പറയാം, ഫുഡ് ഐറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ ദ വേ ഒരേതായിരിക്കും. ഓക്കെ, കാരണം വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് തന്നെ വേണം പോയി കുക്ക് ചെയ്യാം. നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ PG എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കാം. നമ്മൾ പുറത്ത് പോയി കഴിക്കുവാണെങ്കിൽ പുറത്തുള്ള എണ്ണ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ 100,000 പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവും. അപ്പം എല്ലാം നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വീട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് ആ സ്ട്രക്ചറിൻ്റെ കൂടെ ഇപ്പം ഞാൻ കഴിക്കുന്ന ഫുഡ്സ്, ഈ ഒരു ഡയറ്റാണ് എന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ഹെൽപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിട്ടായിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് ലൈക്ക് അൺഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് കേട്ടോ. ഇപ്പം അവരുടെ വെയിറ്റ് അവർക്ക് ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. വർക്ക്ഔട്ട് ചെയ്തിട്ട് ഹെൽത്തി ആയി നിൽക്കാൻ നോക്കുക. പക്ഷെ ചിലർക്ക് അൺഹെൽത്തി വെയിറ്റ് ഉണ്ടാവും. നമ്മുടെ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ, സ്റ്റാർവ് ചെയ്തിട്ടില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ എണീറ്റ ഉടനെ ഞാൻ വെള്ളം കുടിക്കും. എംപ്റ്റി സ്റ്റമക്കിൽ ഞാൻ വെള്ളം കുടിക്കും. ഇത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എൻ്റെ പേഴ്സണലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാനത് പറയാണ്. ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റ് അല്ല, ഞാൻ സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ അല്ല. ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ഞാനിപ്പോൾ എത്രയായി, ഞാൻ 2 വർഷത്തോളം ഡയറ്റ് ഫോളോ ചെയ്തു. അതിന് ശേഷം പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള സംഭവം പിന്നെ ഡയറ്റ് ഫോളോ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക എന്നുള്ള മെയിൻ ഡയറ്റാണ്. അപ്പോൾ ഞാനത് ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ പോലെ പറഞ്ഞതാണ്. അപ്പം ഫസ്റ്റ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ വെറും വയറ്റിൽ വെള്ളം കുടിക്കും. ഒരു 1/2 ലിറ്ററോളം വെള്ളം കുടിക്കും. അപ്പോൾ PGയിലായതുകൊണ്ട് ഞാൻ ഇവിടെ നിറച്ച് വെക്കും. ഒരു കുപ്പിയുണ്ട്, എൻ്റെ കുപ്പിയുണ്ട്. അപ്പോൾ ആ കുപ്പീൻ്റെ അകത്ത് ഞാൻ നിറച്ച് വെച്ചിട്ട് 1/2 ലിറ്ററോളം വെള്ളം കുടിക്കും. അപ്പോൾ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് വാഷ്റൂമിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് ഇവിടെ എൻ്റെ PGയിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുന്നത് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ്. ഒരു 7:30 8 ആകുമ്പോഴത്തേക്കാണ് റെഡിയാവുക. അപ്പം ഞാൻ എണീറ്റ്
എല്ലാ സൽക്രമങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കും. ഇപ്പം എൻ്റെ പേജിൽ ഇഡ്ഡലി ഉള്ള ദിവസം, ദോശയുള്ള ദിവസം, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു ഇവിടെ കഴിക്കുന്നത്, ചപ്പാത്തി ഉള്ള ദിവസം, ഈ ദിവസങ്ങൾ 3 ദിവസവും ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാം. ബേസിക്കലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഓയിൽ ഇല്ലാത്ത സാധനങ്ങൾ, ഓക്കെ, ഈ ഡയറ്റിൽ മെയിനായിട്ട് വേണ്ട ഷുഗർ ഞാൻ ഞാൻ കട്ട് ചെയ്യാറുണ്ട് ഷുഗർ മെയിൻ. ലൈക്ക് വല്ലപ്പോഴും ഒരു കോഫിയോ അല്ലെങ്കിൽ വല്ലപ്പോഴും അങ്ങനെ കുടിക്കാന്നല്ലാണ്ട് ഞാൻ മിക്ക സമയത്ത് ഷുഗർ കട്ട് ചെയ്യും. കാരണം ഷുഗർ കട്ട് ചെയ്താൽ നമുക്ക് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഓയിലിൻ്റെ കൺസംഷനും ഭയങ്കര കുറയ്ക്കാൻ ശ്രമിക്കും. ഫ്രൈഡ് ഫുഡ്സ് കഴിക്കാറില്ല ഡയറ്റ് ചെയ്യുന്ന സമയത്ത്. അല്ലാണ്ട് ഇടുന്ന ഓയിൽ ഉണ്ടല്ലോ, അപ്പം അങ്ങനത്തെ ഓയിൽ കുറച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും, എന്തായാലും വേണ്ടി വരും. ഇപ്പം ഷുഗർ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ഷുഗർ കട്ടിന് വരും. വല്ലപ്പോഴൊക്കെ നമുക്ക് ഒരു കോഫിയോ അങ്ങനെ ഒരു ഷുഗറിൻ്റെ അംശം നമ്മുടെ ബോഡിയിലുള്ളത് എപ്പോഴും നല്ലതാണ്, ഫുള്ളി കട്ട് ചെയ്ത് കഴിയുന്നതിനെ കാട്ടും. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ദോശയോ ഇഡ്ഡലിയോ ചപ്പാത്തി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്നാണ് കഴിക്കുക. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മിക്ക ദിവസവും ഒന്നെങ്കിൽ ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ചപ്പാത്തിയാണ്. ഓക്കെ, അപ്പം ഇഡ്ഡലി ആണെങ്കിൽ ഞാൻ 2 ഇഡ്ഡലിയാണ് കഴിക്കുക. ദോശയാണെങ്കിലും ഇവിടെ തിൻ ദോശയാണ്, അപ്പോൾ 2 ദോശയാണ് കഴിക്കുക. ചപ്പാത്തി ആണെങ്കിൽ മിക്ക ദിവസം ഞാൻ 1 ചപ്പാത്തി കഴിക്കുന്നുണ്ടാവുള്ളൂ. 1 ചപ്പാത്തി, എൻ്റെ കൂടെ കറി, മിക്ക സമയത്ത് ഗ്രീൻ പീസ് കറി ആയിരിക്കും ചപ്പാത്തിൻ്റെ കൂടെ ഉണ്ടാവും. 1-1.5 ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് 7:30-8 മണിയാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ ശേഷം ഒരു 10:30 ആകുമ്പോഴത്തേക്ക് ഞാൻ കോളേജിലാണ്. അപ്പം ഞാൻ കോളേജിൽ 10:30 കറക്റ്റ് ഒരു ബ്രേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഞാൻ പഴം, ഇങ്ങനെ റോബസ്റ്റ പഴം ഉണ്ടല്ലോ, റോബസ്റ്റ പഴം കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഗ്രേപ്സ് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ നട്ട്സ്, ആൽമണ്ട്സ്, ഇതിലേതെങ്കിലും ഒന്ന്. ഇതൊക്കെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇത് ലൈക്ക് നമ്മൾ ഒരേ ഫുഡ് എല്ലാ ദിവസവും കഴിക്കുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ. അപ്പം അതിനുള്ള ഓപ്ഷൻസ് ആണ്. അപ്പം ഒന്നെങ്കിൽ ബനാന, ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, അല്ലെങ്കിൽ ആൽമണ്ട്സും കാഷ്യൂ റേസിൻസ് ഒക്കെ ഇല്ലേ. അപ്പോൾ ആൽമണ്ട്സും കാഷ്യൂ റേസിൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഒരു 5 ആൽമണ്ട്സ്, ഒരു 5 കാഷ്യൂ, പിന്നെ ഒരു 10 റേസിൻസ്, ഇത്രയായിരിക്കും കൊണ്ടുവന്നുണ്ടാവുക. ഇപ്പം പഴമാണെങ്കിൽ ഒരു പഴം, ഗ്രേപ്സ് ആണെങ്കിൽ കുറച്ച് ഗ്രേപ്സ്, അങ്ങനത്തെ രീതിയിൽ. ഒന്നും ഓവറായിട്ട് വേണ്ട, നമ്മുടെ ഒരു വയറൊക്കെ ഒന്ന് സെറ്റിൽ ആവുന്ന പോലെ. അപ്പോൾ ഇതാണ് 2 മണിക്കൂർ ശേഷം 10:30 ആകുമ്പോൾ ഞാൻ ഇത് കഴിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ 11:30-12, എൻ്റെ ക്ലാസ് 12:30 ആകുമ്പോഴത്തേക്കും കഴിയും മിക്ക ദിവസങ്ങളിലും. അപ്പോൾ 12:30 ഞാൻ നേരെ PG വന്നിട്ട് ഒരു 1 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എന്താ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ ചോറും, മിക്ക ദിവസങ്ങളിലും ചോറും ദാലുമാണ്. ദാല് അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ രസം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ 3 ഒരേപോലെ ഇരിക്കുന്ന 3 ഒരേ ഡിഫറെൻറ്റ് കറികളാണ്, പക്ഷെ 3 ഒരേപോലെ ഇരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അതിൽ ഞാൻ തൈര് മേടിക്കും. ഒരു 10ൻ്റെ തൈര് കിട്ടും നമുക്ക്, 10 രൂപയുടെ. അത് നമുക്ക് 2 പ്രാവശ്യം തിന്നാൻ പറ്റും. കാരണം അത്യാവശ്യമുണ്ട്. ഒരു നേരം നമുക്ക് ഫുള്ള് ഇത് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു 10 രൂപയുടെ തൈര് പാക്കറ്റ് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ തലേ ദിവസം ചിക്കൻ പോയി മേടിച്ചിട്ട് വരും. മിക്ക സമയത്തും ഈ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കാത്ത ബോയിൽഡ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും. അപ്പോൾ ആ ചിക്കൻ ഞാൻ വാങ്ങിയിട്ട് വരും. കുറച്ച് സ്പൈസ് ഉണ്ടാവും, ഭയങ്കര സ്പൈസ്ഡപ്പായി, ഭയങ്കര എന്താ പറയുക, നമ്മുടെ മസാലകൾ ആഡ് ചെയ്തതല്ല, സട്ടിലായിട്ടുള്ള മസാല ആഡ് ചെയ്തിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള. അപ്പോൾ അത് ഞാൻ ഈ ചോറും കുറച്ച് തൈരും, സാമ്പാറാണോ ധാരാണോ രസമാണോ എന്താണോ അത് കുറച്ച് കറിയും, പിന്നെ ഈ ചിക്കൻ നമ്മൾ പ്രോട്ടീന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡയറ്റ് നോക്കുന്ന സമയത്ത് പ്രോട്ടീനും കാർബും ഫാറ്റും എല്ലാം ഉണ്ടാവും. ഓക്കെ, മാക്രോന്യൂട്രിയൻസും ഫൈബറും നമ്മളെല്ലാം കഴിക്കണം. നമ്മളൊന്നും ഒഴിവാക്കിയിട്ടൊരു കാര്യമില്ല. നമ്മളെല്ലാം എപ്പോഴും പറയും നമ്മൾ കാപ്സ് മൊത്തം ഒഴിവാക്കണം. നമ്മൾ കാപ്സ് മൊത്തം ഒഴിവാക്കിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാം വളരെ മിതമായിട്ടുള്ള രീതിയിലാണ് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതായിരിക്കും എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് ജിമ്മിൽ പോവാറ്. ഓക്കെ, അപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ തളർന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വിശന്നിട്ടായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അപ്പം ഞാൻ നേരെ പുറത്തൊരു കടയുണ്ട്, ഞങ്ങളുടെ തൊട്ടടുത്തൊരു കടയുണ്ട്. അപ്പോൾ അവിടെ കടയിൽ പോയിട്ട് ഒരു ജ്യൂസ്, എന്ന് വെച്ചാൽ വാട്ടർമെലൺ സ്പെഷ്യൽ ആയിരിക്കും മിക്ക സമയത്ത്. വാട്ടർമെലൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഷുഗറാണ്, ഷുഗർ ഇല്ലാണ്ടായിരിക്കും. വാട്ടർമെലൺ ജ്യൂസിൻ്റെ കൂടെ വാട്ടർമെലൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം. നമ്മുടെ വയറും അത്യാവശ്യം ഒരു സമാധാനം കിട്ടുന്ന രീതിയിൽ വയറൊന്ന് തണുക്കുകയും ചെയ്യും, ഒരു സുഖമൊക്കെ കിട്ടും, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇത് ലൈക്ക് വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു മീല്. അപ്പോൾ നമ്മളിപ്പോൾ 4 മീലായിട്ടോ, 4 മീല് നമ്മളിപ്പോൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട് ബൗൾ കഴിക്കാം വേണമെങ്കിൽ. അങ്ങനെ ലൈക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തും കഴിക്കാം.
ഓക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ ലാസ്റ്റ് മീൽ ഓഫ് ദി ഡേ ആണ് ഡിന്നർ. അപ്പം ഞാൻ എപ്പോഴും ഡിന്നർ ഒരു 7:30 ആകുമ്പോഴത്തേക്കും കഴിച്ചു തീർക്കും മിക്ക സമയത്തും. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു 1-2 ദിവസം എങ്ങാനും ചിക്കൻ കിട്ടുള്ളൂ. സൺഡേ ചിക്കൻ കിട്ടും, പിന്നെ വെനസ്ഡേ കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് ഈ 2 ദിവസങ്ങളിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ കഴിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ട് ചപ്പാത്തി ഉണ്ടാവും, ചപ്പാത്തിയും തൈരും ചിക്കനാണ് കഴിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട് ചിക്കനും തൈരും വിപരീത ആഹാരമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ തൈരിൻ്റെ കൂടെ നോൺ വെജ് എത്ര വർഷങ്ങളായിട്ട് ഞാൻ കഴിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മൾ മാമ്പഴ പുളിശ്ശേരിയുടെ കൂടെ നമ്മൾ ബീഫ് കഴിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു, മീൻ കഴിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് തൈരിൻ്റെ ബിരിയാണിയുടെ കൂടെ നമ്മൾ കേട് കഴിക്കാറുണ്ട്, റൈത്ത കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിയുടെ കൂടെ തൈരും ചിക്കനും കൂടെയാണ് കഴിക്കുക മിക്ക സമയത്തും. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീലാണ്. കാർബുണ്ട്, ഫാറ്റുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടൊരു മീലാണ്. അപ്പം ഒരു ദിവസത്തെ എൻ്റെ മീൽ എന്ന് പറയുന്നത് ഇത്രയും മീൽസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ നമ്മളിത് ഈ സംഭവം നമുക്ക് കഴിക്കാൻ അങ്ങനെ മടുക്കത്തുമില്ല. കാരണം നമ്മൾ നോർമൽ ഫുഡ്, ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ നോർമൽ ഫുഡാണ് കഴിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഭയങ്കര എഫേർട്ട് ഇട്ട് വിശന്നിരിക്കുമ്പം സ്റ്റാർവ് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ ഒരു ദിവസത്തെ ഹോൾ മീല് 5 സബ് മീൽസായി ഡിവൈഡ് ചെയ്ത് ഇടയ്ക്ക് ഫുഡ് കഴിക്കുകയാണ്. സോ ദാറ്റ് നമുക്ക് അപ്പം തോന്നുന്ന വിശപ്പിന് കുറച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ. കാരണം നമ്മൾ ഒത്തിരി വിശന്നിട്ട് പോയി കഴിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വാരി കഴിക്കുന്നത്. നമുക്ക് നിർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുന്ന ആ സമയത്താണ്. അപ്പം ഇത് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ചീറ്റ് ചെയ്യണമെന്ന് ഓർത്തോ. അപ്പോൾ ഒരു ഫുൾ ചീറ്റ് ഡേ എടുക്കുന്നതിന് പകരം ഒരു ദിവസത്തിലൊരു ചീറ്റ് മീൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഒരു ചീറ്റ് മീൽ എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ചീറ്റ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ പറയാം, ഇപ്പം നമ്മൾ ഒരു ദിവസത്തിൽ നമുക്ക് ഇന്ന കാലറി എമൗണ്ട് നമ്മൾ കഴിക്കണം എന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ വെയിറ്റും ഹൈറ്റും വെച്ചിട്ട് നമ്മളൊരു അത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് പോയി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ BMI കാൽക്കുലേറ്റർ, TDEE കാൽക്കുലേറ്റർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എത്ര കാലറിയാണ് നമ്മൾ കഴിക്കേണ്ട ഒരു ദിവസം എന്നുള്ളത് വരും. അപ്പോൾ ആ കാലറി കണ്ടതിന് ശേഷം നമ്മളിപ്പം സൺഡേ ആണ് നമ്മൾ ചീറ്റ് മീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓക്കെ. നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണ്. അപ്പോൾ ആ പുറത്ത് നമ്മൾ കഴിക്കുന്ന സംഭവം അപ്പോൾ അത്രയും എക്സ്ട്രാ, ഇപ്പം നമ്മൾ ബിരിയാണിയോ അല്ലെങ്കിൽ പാസ്തയോ അല്ലെങ്കിൽ പിസ്സയോ അങ്ങനെ ഹൈ കാലറി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കഴിച്ചു എന്ന് തന്നെ വിചാരിക്കാം. അപ്പം അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ കാലറി നോക്കിയിട്ട് അപ്പം ആ ദിവസം ബാക്കി എത്ര കാലറി ഉണ്ട് എന്ന് നോക്കണം. നമ്മുടെ ബാക്കിയായിട്ട് എത്ര കാലറി കിടക്കുന്നുണ്ടെന്ന്, അത്രയും കാലറിക്ക് രാത്രി ഡിന്നർ കഴിക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ചീറ്റ് ചെയ്താലും ആ ദിവസം പുറത്തേക്ക് നമുക്ക് നോക്കുമ്പം ചീറ്റ് പോലെ ആവത്തില്ല. കാരണം അത്രയും കാലറി എമൗണ്ട് തന്നെയായിരിക്കും നമ്മൾ കഴിച്ചിട്ടുണ്ടാവുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ചീറ്റ് മീൽ ചെയ്യേണ്ടത്. ഓക്കെ. ബാലൻസ്ഡ് ആയിട്ട് വേണം ചീറ്റ് മീലും ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യാറ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. വെയിറ്റ് ലോസിനാണെങ്കിലും അതിനോട് ഞാൻ വർക്കൗട്ട് ചെയ്യട്ടോ. വർക്കൗട്ട് ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യുക. അപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന കാരണം അതിലുള്ള മസിൽ ഗെയിൻ നമുക്ക് നടക്കും. ഫാറ്റ് ലോസ് ആയിട്ട് നമുക്ക് മസിൽ ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ബേസിക്കലി എൻ്റെ ഡയറ്റ്. ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഡയറ്റാണ്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് പറയാമെന്ന്. നിങ്ങൾക്ക് നിങ്ങളെന്നോട് കമൻസിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് ഫോളോ ചെയ്യുന്നത്, എന്താണ് വർക്കൗട്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ ശരി കുറച്ച് പൊതുവിവരാവാം എന്നോർത്ത് വന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് പറയാം, കമൻറ്റ് പറയാം. ഇഷ്ടമായില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാവരും പ്രീതിപ്പെടുത്താൻ പറ്റില്ലല്ലോ, ഇറ്റ്സ് ഫൈൻ. സോ അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഇതാണ് എൻ്റെ ഡയറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഓടിപ്പോയി ചപ്പാത്തിയും ചിക്കനും ഇപ്പോൾ രാത്രി കേട്ടോ, ചപ്പാത്തി ചിക്കനും കുറച്ച് തൈരും കഴിച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ടാറ്റ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.